മലയാളികൾക്ക് സ്വർണ്ണാഭരണങ്ങൾ കാണുവാനും അത് അണിയുവാനും അതേപ്പറ്റി അറിയുവാനും ഏറെ ഇൻട്രസ്റ്റ് ആണ്. പ്രത്യേകിച്ച് മലയാളി തനിമ വരുന്ന സ്വർണ്ണാഭരണങ്ങൾ. ഇന്നത്തെ എപ്പിസോഡിൽ ചെട്ടിനാട് കളക്ഷൻസിൽ വരുന്ന എത്നിക് മോഡൽസിൽ വരുന്ന കുറച്ച് നെക്ലേസസ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ലിയോ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെട്ടിനാട് കളക്ഷൻസിൽ എത്നിക് മോഡലിൽ വരുന്ന ഒരു നെക്ലേസ് ആണിത്. അപ്പോൾ ചെട്ടിനാടിനേക്കാളും കൂടുതൽ റെഡിഷ് ആയിട്ടുള്ള ഒരു ഷൈനിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു വർക്കും ഒക്കെ അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതുപോലെ തന്നെ ഒരു ഹൈ പോളിഷിങ്ങും ആണ് ചെട്ടിനാടിനേക്കാളും ഈ ഒരു ഡിസൈനിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഡിസൈനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇതിനകത്ത് കെം സ്റ്റോൺസ് ആണ്, റെഡ് കെം സ്റ്റോൺസ്. അപ്പം ഓരോ ലെയറായിട്ട് ഇത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ കെം സ്റ്റോൺ ആണ് ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഹാങ്ങിങ് പോലത്തെ ഡിസൈനിലും കുഞ്ഞി കെം സ്റ്റോൺസും വർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നെക്ലേസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 5.5 പവനാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു നെക്ലേസ് ആയിട്ടാണ് നമുക്കിത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ഒരു ചോക്കർ ടൈപ്പിൽ വരുന്ന എത്നിക് മോഡലിൽ ഒരു നെക്ലേസ് ആണിത്. അപ്പോൾ ഇത് നല്ല സ്റ്റിഫായിട്ടാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് ബോൾസും അതുപോലെ തന്നെ കുറച്ച് ഫ്ലവേഴ്സും അതിനകത്ത് കുറച്ച് റെഡ് ആയിട്ടുള്ള കെം സ്റ്റോൺസും ആണ് അതിൻ്റെ ആ ഡിസൈനിൽ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. ഒരു ബോളാണ് അതിൻ്റെ ഒരു ഹാങ്ങിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 5.5 പവനാണ് ഈ ഒരു നെക്ലേസിൻ്റെ വെയിറ്റ്. നമുക്കിപ്പോൾ പൊതുവേ ഫംഗ്ഷനൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു നെക്ലേസ് മാത്രമായിട്ട് അണിയാനാണ് പലർക്കും ഇഷ്ടം. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഈ ഒരു യൂത്തിൻ്റെ ഇടയിൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു നെക്ലേസ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനൊക്കെ ആണെങ്കിലും ഒക്കെ തന്നെയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിരിക്കും നമുക്ക് അണിയുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് ഇതുപോലെ വേറൊരു ഡിസൈൻ നോക്കാം. 5.5 പവനിൽ എന്നാൽ കാണുമ്പോൾ നല്ല സിമ്പിളായിട്ട് തോന്നിപ്പിക്കുന്ന വിധം ഒരു എത്നിക് വർക്കിൽ വരുന്ന അടുത്തൊരു നെക്ലേസ് ആണിത്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 5.5 പവൻ തന്നെയാണ്. കണ്ടോ, ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് കുറച്ച് കെം സ്റ്റോൺസ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുകയാണ്. പിന്നെ അതേപോലെ താഴെ വരുമ്പോൾ കുറച്ച് ഷെൽസിൽ വരുന്ന വർക്കാണ്. അപ്പോൾ നമുക്ക് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സസിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല എലഗൻ്റ് ആയിട്ട് തോന്നിപ്പിക്കുന്ന വിധം നമുക്ക് അണിയാൻ പറ്റുന്ന അടിപൊളി ഒരു നെക്ലേസ് ആണ് ഇത്. നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു ഡിസൈനാണിത്. കുറച്ചും മുമ്പ് കണ്ടതിനേക്കാളും കുറച്ചും കൂടി യെല്ലോ വിഷായിട്ടുള്ള ബ്രൈറ്റ്നെസ് ആണ് ഈ ഒരു നെക്ലേസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫസ്റ്റ് ലെയറിൽ വന്നിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ഫ്ലവേഴ്സ് ആണ്. അതിനകത്ത് കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് റെഡ് കെം സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡിസൈനിൽ. കണ്ടോ, അപ്പോൾ നമുക്ക് ഈ ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള അതുപോലെ തന്നെ റെഡ് കോസ്റ്റ്യൂംസിൻ്റെ കൂടെ നല്ല ഭംഗിയായിരിക്കും ഇത്. പിന്നെ അതിൻ്റെ ഒരു ലാസ്റ്റിൽ വന്നിരിക്കുന്ന ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് മാങ്ങ ഡിസൈൻ പോലെ തന്നെ അല്ലെങ്കിൽ ഒരു ഷെൽ ഡിസൈൻ പോലെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഒരു അടിപൊളി ഒരു ഷൈനിങ് ആയിട്ടാണ് ഈ ഒരു നെക്ലേസ് കാണുമ്പോൾ തോന്നുന്നത്. എന്നാൽ നല്ല സിമ്പിളായിട്ടും തോന്നുന്നുണ്ട് അല്ലേ. ഒരു 4.5 പവനാണ് ഈ ഒരു നെക്ലേസിൻ്റെ വെയിറ്റ്. ചെട്ടിനാട് കളക്ഷൻസിൽ വരുന്ന എത്നിക് മോഡൽ നെക്ലേസസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ. പുതിയ എപ്പിസോഡ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണും അമർത്തുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നെക്ലേസ് ഏതെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ലിയോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും. സൈനിങ് ഓഫ് കാവേരി. ബൈ ബൈ.